നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർണാടകയിലെ ഏറ്റവും കൂടുതൽ പുരോഹിതന്മാരെ യാഗങ്ങളും മന്ത്രങ്ങളും ഒക്കെ പഠിപ്പിച്ച് പുരോഹിത വൃത്തി പഠിപ്പിച്ച് പഠനം പൂർത്തിയാക്കി പുറത്തിറക്കുന്ന ഒരു ഏറ്റവും വലിയൊരു മഹാക്ഷേത്രമാണ് ഉടുപ്പി ക്ഷേത്രം. അവിടെ ഒന്ന് ചെല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ പ്രാധാന്യമാണ്. അവിടുത്തെ പൂജകൾ, നല്ല ക്ഷേത്രം, നല്ല പൂജകളൊക്കെയാണ് ഉള്ളത്. അവിടുത്തെ പുരോഹിതന്മാരൊക്കെ വളരെയേറെ താന്ത്രിക പീഠം കൂടെയാണ് ശരിക്കുമുള്ള. അങ്ങനെയുള്ളൊരു ക്ഷേത്രത്തിൽ അവിടുത്തെ കണ്ണൻ്റെ രൂപം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകോവിലിന് പിന്നിൽ പുറംതിരിഞ്ഞിരിക്കുന്ന, ശ്രീകോവിലിന് അല്ല, ഭഗവാൻ ശ്രീകോവിലിന് മുന്നിൽ പുറംതിരിഞ്ഞിരിക്കുന്ന കുഞ്ഞ് ദിവ്യ രൂപത്തിൻ്റെ കഥയൊന്ന് നമുക്കൊന്ന് കേൾക്കാം. ഏറ്റവും കൂടുതൽ പുരോഹിതന്മാരെ പുറത്ത് പഠനം നടത്തി പുറത്തുകൊടുക്കുന്ന ക്ഷേത്രമാണ് ശരിക്കും കർണാടകയിലെ ഉടുപ്പി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശേഷമുള്ള ക്ഷേത്രമാണ്. ഉടുപ്പി കണ്ണൻ എന്ന് പറഞ്ഞാൽ ഇടുപ്പിൽ കൈകുത്തി നിൽക്കുന്ന കണ്ണൻ്റെ ചിത്രം കണ്ടാൽ എല്ലാം വളരെ സന്തോഷമാണ്. ഒരു കടകോലൊക്കെ കൈപ്പിടിച്ചുകൊണ്ട്, നമ്മൾ തൈര് കലക്കുന്ന ഒരു കടകോലൊക്കെ കൈപ്പിടിച്ചുകൊണ്ട് ഒരു ഇടുപ്പിൽ കൈയൊക്കെ കുത്തി നിൽക്കുന്ന ഒരു ചുവന്ന പട്ടുകോണകം മാത്രം എടുത്ത് നിൽക്കുന്ന തനി കാർ വർണ്ണനായ നിറയെ ആടകളില്ല, ആഭരണങ്ങൾ അണിഞ്ഞ് ശോതാമാനീച്ച ആഭരണങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുന്ന കണ്ണൻ്റെ ചിത്രമാണ് എല്ലായിടത്തും ഉടുപ്പി കണ്ണനെ ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത്. ആ കണ്ണൻ ക്ഷേത്രത്തിൽ വളരെ അതിമനോഹരമായ ക്ഷേത്രം പണിത് ആ ക്ഷേത്രത്തിൽ പൂജകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പുരോഹിതന്മാർക്കും ഉയർന്ന തലമുറയ്ക്ക് മാത്രം, ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ദർശനം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കനകദാസ് എന്ന് പറയുന്ന ഒരു ഭക്തനുണ്ട്. അദ്ദേഹത്തിനും ഭഗവാൻ കണ്ണൻ എന്ന് വെച്ചാൽ പുള്ളിക്ക് എപ്പോഴും കനകദാസിന് കണ്ണനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. എപ്പോഴും കണ്ണനെ ഇങ്ങനെ കുറിച്ച് ചിന്തിച്ച് എപ്പോഴും ഈ ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഒരു ഇങ്ങനെ ഗോപുരത്തിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ പോയിരുന്നുകൊണ്ട് എപ്പോഴും കണ്ണനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ കീർത്തനങ്ങൾ ആലപിക്കുന്നത് കനകദാസിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടിരുന്ന് എന്നും കണ്ണനോട് ഇങ്ങനെ കീർത്തനങ്ങൾ പാടിക്കഴിഞ്ഞിട്ട് പറയും, കണ്ണ, എനിക്ക് എന്നാണ് അവിടുത്തെ ഒന്ന് കാണാൻ കഴിയുക? യശോദാമ്മ അണിയിച്ച സ്വർണ്ണങ്ങളൊക്കെ അണിഞ്ഞ് തേജസ്സുള്ള ദിവ്യ രൂപം ഒന്ന് കാണാൻ, ഈ കരിമാടിക്കുട്ടനായിട്ട് നിൽക്കുന്ന കയറുത്ത ആ കാർവർണ്ണനെ ഒന്ന് കാണാൻ, പീലിത്തിരുണ്ടിയൊക്കെ കെട്ടി കാർവർണ്ണനായിട്ട് ഇപ്പം മുത്തരഞ്ഞാണമൊക്കെ കെട്ടി നിൽക്കുന്ന, അരമണിയൊക്കെ കെട്ടി കാലിൽ പാസ്റ്ററൊക്കെ ഇട്ട് നിൽക്കുന്ന ഭഗവാനെ, അവിടുത്തെ ദിവ്യരൂപം ഒന്ന് കാണാൻ എനിക്കൊരു വഴിയുമില്ലല്ലോ. ഞാൻ അധകൃതനായി പോയതുകൊണ്ട് എനിക്ക് ആ ക്ഷേത്രത്തിൽ വരാൻ അനുവാദമില്ലല്ലോ. ഭഗവാൻ എൻ്റെ ഈ കീർത്തനങ്ങൾ കേട്ടുകൊണ്ട് ഒരു ദിവസം കൊണ്ട് മനസ്സലിഞ്ഞിട്ട് ഭഗവാനെ ഇങ്ങനെ കൃഷ്ണ നീ വേഗലു എന്ന് പറയുന്ന ആ ഒരു പാട്ടുണ്ടല്ലോ, നമ്മൾ ആരെയും മനസ്സലിയിപ്പിക്കുന്ന ആ കീർത്തനം അങ്ങോട്ട് ആലപിച്ച് അങ്ങ് തീരുകയും ഗോപുരം ഇങ്ങനെ ശ്രീകോവിലൊന്ന് ഇങ്ങനെ വിതർന്നാന്ന് പറയുന്നത്, പെട്ടെന്ന് കയ്യിലിരുന്ന തൻ്റെ കടകോൽ കൊണ്ട് അടിച്ച് ആ ഭഗവാൻ ഒരു ദ്വാരമുണ്ടാക്കിയിട്ട് ആ കനകദാസിന് ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഇരിക്കുന്നത് കിഴക്കോട്ടിരുന്ന ആൾ നേരെ പടിഞ്ഞാട്ടായിട്ട് കനകദാസിന് കാണത്തക്ക വണ്ണം ആ ശ്രീകോവിലിൽ അല്ല ആ ഗർഭഗൃഹത്തിലൊരു ഇടിച്ചൊരു ദ്വാരമുണ്ടാക്കിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരുന്നു. ഇപ്പോഴും നമുക്കറിയാം ആ ക്ഷേത്രത്തിലേക്ക് ചെന്നാൽ ഒരുപാട് നടന്ന് പ്രത്യേക രീതിയിൽ വേണം അവിടെ കയറാൻ. 6 മണിക്ക് പോയാൽ നമുക്ക് തൊഴുതൊക്കെ ഇറങ്ങുന്ന കുറേ സമയം കഴുകും. അവിടെ ഹനുമാൻ സ്വാമിയുണ്ട്, ഗരുഡസ്വാമിയുണ്ട്, മറ്റ് ദേവതകളുണ്ട്, നാഗദേവതകളുണ്ട്, നവഗ്രഹങ്ങളുണ്ട്, വലിയ ഗോശാലകളുണ്ട്. ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് പോരാൻ പറ്റാത്ത അത്രയും നല്ലത് മനോഹരമായ ഒരു ക്ഷേത്ര കുളമുണ്ട്. അവിടെ ഈ പുരോഹിതന്മാർ പൂജയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് അകത്ത് കടന്നാൽ നമ്മൾ നേരെ കയറി ചെല്ലുന്നിടത്ത്
ഒരു ഭഗവാന്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. രൂപം എന്ന് മാത്രം, അതുപോലെ അവിടെ ഒരു ഇതുമില്ല. എല്ലാവരും കണ്ട് നേരെ തിരിഞ്ഞ് നിന്നിട്ട് ഒരു ദ്വാരത്തിൽ കൂടി നോക്കിയാൽ മാത്രമാണ് ഭഗവാന്റെ ദിവ്യ രൂപം കാണുള്ളൂ. അവിടെ വിളക്കൊന്നുമില്ല. ഈ ഭഗവാന്റെ ഈ ആഭരണങ്ങളിൽ സ്വർണം ഇങ്ങനെ തിളങ്ങുന്നത് കാരണം ആഭരണങ്ങളുടെ തിളക്കം കൊണ്ടാണ് അങ്ങനെയുള്ള ഒരാള് അവിടെ ഇരിക്കുന്ന. ഒരു ചെറിയ വിളക്ക് കത്തിച്ച ആ വിളക്കിന്റെ പ്രഭയിൽ ഈ ആഭരണങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നത് കാണുമ്പോൾ ആ കാർവണ്ണനെ കണ്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കും. ഒരു 5 മിനിറ്റ് 2 സെക്കൻഡ് പോലും നിർത്തില്ല. തിരക്കിങ്ങനെ അത്രയ്ക്ക് തിരക്കുള്ള ക്ഷേത്രമാണ്. ആ ഭഗവാന്റെ ഭക്തന് വേണ്ടിയിട്ട് പുറംതിരിഞ്ഞിരുന്ന ശ്രീകോവിലിന് നേരെ എതിരെ തിരിഞ്ഞിരുന്ന ആ ദിവ്യ രൂപത്തിന് പിന്നെ മാറ്റിയിരുത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. ആരും അതിന് ശ്രമിച്ചിട്ടില്ല. കാരണം അങ്ങനെ ശ്രമിച്ചാൽ ഭഗവാൻ അത് ഇഷ്ടമാവില്ലയോ എന്നാണ്. ക്ഷേത്രക്കുളത്തിലേക്ക് ദർശനമായിട്ടിരുന്ന അദ്ദേഹത്തെ ഇപ്പം തിരിഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ തിരിഞ്ഞ് ചെന്ന് വേണം ദർശനം നടത്താൻ. അവിടെ അതിൻ്റെ അടുത്തായിട്ട് ആഞ്ജനേയ സ്വാമിൻ്റെ ഇടതുവശത്തായിട്ട് നമ്മൾ ഭഗവാന്റെ വലതുവശത്തായിട്ടാണ് ആഞ്ജനേയ സ്വാമി, ഇടതുവശത്തായിട്ട് ഗരുഡൻ സ്വാമിയുണ്ട്. എല്ലാവരെയും കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങിയാൽ നവഗ്രഹങ്ങളും അതുപോലെ തന്നെ നാഗദേവതകളും ഒക്കെ ഉള്ള വലിയ ഗോശാലയുള്ള എപ്പോൾ ചെന്നാലും അവിടെ അന്നദാനമുണ്ട്. അവിടുത്തെ അന്നദാനം വളരെ വിശാലമാണ്. വളരെ നല്ല സ്വാദുള്ള ഭക്ഷണം. അവിടുന്ന് അന്നദാനമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോരാ. ചിട്ടകളുള്ള ഒരുപാട് ഐശ്വര്യമുള്ള വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ആ ഉടുപ്പിക്കണ്ണനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഭക്തന് വേണ്ടിയിട്ട്, അപ്പം ആ ഭക്തൻ്റെ ഭക്തി എത്രത്തോളം എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ താൻ ഇരുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് ഇടുപ്പിൽ കൈമുത്തി നിന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ കോല് കൊണ്ടൊന്ന് തട്ടി, കടകോല് കൊണ്ടൊന്ന് തൊട്ടി ഒരു ദ്വാരം വരുത്തിയിട്ട് ഭഗവാന് ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വിശ്വസിച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമ്മൾക്കുമൊക്കെ ഭക്തിയുണ്ട്, നമ്മളിലുമുണ്ട് ഭഗവാൻ. മനസ്സറിഞ്ഞെന്ന് വിളിച്ചാൽ, ഭഗവാനെ തന്നെ ശരണാഗതി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ കേൾക്കും. നമ്മൾക്ക് അനുഗ്രഹം തരുന്ന സമയം അല്ലെങ്കിൽ സ്ഥലം, ദിവസം വിദൂരമല്ല. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ അത് എവിടെയായാലും, ഉടുപ്പിയിലാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും ഈ അമ്പലപ്പുഴയിലാണെങ്കിലും എവിടെ ഇരിക്കുന്ന കണ്ണനായാലും നമ്മൾക്ക് എല്ലാ ഐശ്വര്യവും തരുന്നത്, നമ്മളെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന സൃഷ്ടിസ്ഥിതി സംഹാരകൻ എന്ന് പറഞ്ഞ ത്രിമൂർത്തികളെ നമ്മളെ പരിപാലിക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ള ദുഷ്കരമായ ജോലി. ഏറ്റവും ലളിതമായി വേണ്ടുന്നവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവർക്ക് കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും അവരെ ബാധിക്കാത്ത രീതിയിൽ അവർക്ക് വേണ്ടതെല്ലാം തരും. നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചോദിക്കുന്നതിനനുസരിച്ച് തരുന്ന ആ പുണ്യ ഭഗവാന്റെ ദിവ്യരൂപം, മഹാവിഷ്ണുവിൻ്റെ ദിവ്യരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ കുഞ്ഞ് ആ ബാലരൂപത്തെ മനസ്സിൽ ദർശിച്ചുകൊണ്ട് ഉടുപ്പിയിലേക്ക് പോകുന്നവർ ഈ കഥ കൂടി അറിഞ്ഞാൽ വളരെ നമുക്ക് ആ കണ്ണനെ കാണുമ്പോൾ ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ 2 വശം നോക്കിയാലും കാണാം. പക്ഷേ തിരിഞ്ഞിരിക്കുന്ന അവിടെ ചെന്ന് തൊഴുമ്പോൾ നമുക്ക് തന്നെ ഒരു ചെറിയ 2-3 സെക്കൻഡേ നിർത്തുള്ളൂ. നമ്മളെ വേഗം മാറ്റിവിടും. പക്ഷെ ആ കാണുന്ന നിമിഷം അറിയാതെ നമ്മളിലേക്ക് എന്തോ എനർജി പാസ്സാവുന്നത് പോലെ, നമ്മളിലേക്ക് എന്തോ ഒരു ചൈതന്യം വന്ന് നിറയുന്നത് പോലെ തോന്നും. എല്ലാ വർഷവും ഉടുപ്പിക്കണ്ണനെ കാണാൻ ഭാഗ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവ്യ തേജസ് നമുക്കൊരു ദിവസം ദർശനം തരും എന്ന് തന്നെ വിശ്വസിക്കൂ. ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഊർജം നമ്മൾക്ക് അതിനുള്ള നമ്മുടെ ശാശ്വതമായ ഒരു മോക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കും. നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ച് ദിവ്യമായ ഒരു അനുഭൂതി അനുഭവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാ ഭക്തരുടെയും അനുഭവം ഒരു ഭക്തരല്ല, എത്രയോ ഭക്തന്മാരുടെ, പ്രഹ്ലാദൻ്റെ, കുചേലൻ്റെ, അതുപോലെ തന്നെ എപ്പോഴും നാരായണ ജപിച്ചതുകൊണ്ട് നടക്കുന്ന നാരദ മഹർഷിയുടെ, ഇപ്പോൾ കൃഷ്ണാദിവേകനു എന്ന പാട്ട് പാടിയ കനകദാസ, ഓരോ ഭക്തൻ്റെയും, പൂന്താനത്തിൻ്റെ, മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ ഓരോരുത്തരുടെയും
അവരുടെ അനുഭവങ്ങളാണ് നമ്മളിൽ നമ്മളെ ഭഗവാന്റെ ഭക്തരാക്കി മാറ്റുന്നത്. അപ്പം അതുപോലെ ഒരു അനുഭവം നമ്മൾക്കേവർക്കും ഉണ്ടാവട്ടെ. അതിനുള്ള അവസരത്തിനായി കാത്തിരിക്കൂ. ആ കാത്തിരിപ്പ് ഒരിക്കലും വൃഥാവിലാവില്ല. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി.